Hi, good morning, all of you. Hi, good morning, sir. Good morning, sir. നമ്മളെ ചെറിയൊരു സാങ്കേതിക തകരാറ് ഇവിടെ സംഭവിച്ചു. കേരളത്തില് മൊത്തം കാറ്റും മഴയൊക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മുടെ നെറ്റ്വർക്കിൽ ചെറിയൊരു പ്രശ്നം പറ്റി. അപ്പൊ അതുകൊണ്ടാണ് ഒരു 15 മിനിറ്റ് വൈകും എന്നുള്ള അറിയിപ്പിട്ടത്. ഒരു 2 മിനിറ്റ് കൂടിയിട്ടുണ്ട്. നമുക്ക് 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. 10:45 തന്നെ നമുക്ക് ആരംഭിക്കാം. ഓക്കെ. കുഴപ്പമില്ല ആകെ വെക്കാനിട്ട് കുറച്ച് അമ്മേനെ ബ്ലൂടൂത്ത് ഓഫ് ആക്കി. പണി ഹലോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഒരു അഭ്യർത്ഥന എന്താന്ന് വെച്ചാല് എല്ലാവരും തന്നെ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. കമന്റ് ബോക്സിൽ നമ്മുടെ തന്നെ 2-3 സ്റ്റുഡൻസ് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൺലൈൻ മോഡാണല്ലോ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എല്ലാവരും കൂടിയും മൈക്ക് മ്യൂട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് ഭയങ്കര നോയ്സ് ഡിസ്റ്റർബിങ് ആയിരിക്കും. ആർക്കും തന്നെ കേൾക്കാനായി പറ്റുകയില്ല. ഞാൻ പറയുന്ന സന്ദർഭത്തിൽ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് റിപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും. ഓക്കെ. അപ്പൊ എല്ലാവരും തന്നെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക. റൈറ്റ്. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു ചോദ്യമാണ്. ഓക്കെ. ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും നിങ്ങളെന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യം 1, സ്മാർട്ട് ശ്രീയിൽ നിലവിൽ വേറെ ഏതെങ്കിലും കോഴ്സുകൾ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഈ ബാച്ചിൽ ഉണ്ടോ? ഈ ലൈവ് ക്ലാസ്സിൽ കയറിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയാമോ? സർ, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ ഓക്കെ റൈറ്റ്. ശരി. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ റൈറ്റ്. ശരി. അപ്പോ പഠിച്ചത് സോറി എടുത്തത് മോണ്ടിസോറി TTC പഠിച്ചു കഴിഞ്ഞോ? ഇപ്പൊ കഴിഞ്ഞ മാസം സർട്ടിഫിക്കറ്റ് വാങ്ങി അവിടുന്ന്. റൈറ്റ്. ശരി. ഓക്കെ. അപ്പോ ഇപ്പൊ ഇന്നത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാലേ ഈ നെറ്റ്വർക്കിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഇവിടെയൊക്കെ വലിയ കാറ്റും മഴയും ഒക്കെ ആയിരുന്നു. അപ്പൊ എവിടേക്കോ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ചില തകരാറുകൾ സംഭവിച്ചേക്കാം. ഞാനത് മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. നമ്മള് ഏത് കോഴ്സിന്റെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്? കോഴ്സിന്റെ പേരെന്താണ്? ആരെങ്കിലും ഒന്ന് പറയാമോ? പേര് നയന എന്തോ പറഞ്ഞല്ലോ. നയന അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതാണ് നമ്മുടെ കോഴ്സിന്റെ പേര്. ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവ ശേഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കോഴ്സാണ്. എന്താണ് ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? മനുഷ്യരാണ് അല്ലേ? ലോകത്തിനെ നിയന്ത്രിക്കുന്നതേ മനുഷ്യരാണ്. ലോകത്തിലുള്ള മനുഷ്യ വിഭവശേഷിയെ ആകമാനം വിലയിരുത്തുന്നതിനും അതിന്റെ കഴിവുകൾ നിർണയിക്കുന്നതിനും അതിന്റെ പരമാവധി സാധ്യതകൾ ഉപയോഗിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു
ശാസ്ത്ര പഠന ശാഖയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനുഷ്യ വിഭവശേഷിയെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ലോകത്താകമാനമുള്ള മനുഷ്യരെ, ആ മനുഷ്യരുടെ അധ്വാന ശേഷിയെ, അവരുടെ ഇടപെടലുകളെ, പാരസ്പര്യത്തെ, അതിനെയൊക്കെ നിർണയിക്കുകയും അതിനെ എല്ലാത്തിനെയും നിർണയിക്കപ്പെട്ടിട്ടുള്ള അവരുടെ ശേഷിയെയും കുറവുകളെയും വിലയിരുത്തി അതിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഫലവത്തായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പഠന ശാഖയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പോ ആരാണ്ട് അവിടെ എന്തോ തല്ലിപ്പൊളിക്കുന്നുണ്ടല്ലോ. മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കൂ. മൈക്ക് മ്യൂട്ട്. റൈറ്റ്, ഓക്കെ. അപ്പോ ഇതാണ് ഈ കോഴ്സ്. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ലോകത്തിൽ ആകമാനമുള്ള സ്വകാര്യ മേഖലയിലുള്ള വിവിധ കമ്പനികളുണ്ട്. സ്വകാര്യ സംരംഭങ്ങളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, സ്വകാര്യ ഓഫീസുകളുണ്ട്, മൾട്ടിനാഷണൽ ഓഫീസുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഉള്ള ഉദ്യോഗാർത്ഥികൾ, അവിടുത്തെ ഉദ്യോഗസ്ഥരുണ്ടാവും, ജീവനക്കാർ. ആ ജീവനക്കാരെയാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ഡിപ്ലോമ സ്റ്റുഡന്റ് കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങളും അവരുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ, ടോട്ടാലിറ്റി ഓഫ് ദാറ്റ് ഹ്യൂമൻ റിസോഴ്സസ്, അവരുടെ എല്ലാവരുടെയും മനുഷ്യ വിഭവശേഷിയുടെ മൊത്തം ഒരു സ്ഥാപനത്തിനകത്ത് പ്രവർത്തിച്ചു വരുന്ന മനുഷ്യ വിഭവശേഷിയെ ആകമാനം ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ദൗത്യമാണ് ആർക്കുള്ളത്? ഈ ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ജീവനക്കാരിയായി കയറുമ്പോൾ ഉള്ളത്. എന്താണ് ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ ലക്ഷ്യം? ആരെങ്കിലും ഒരാൾ പറയാമോ? വാട്ട് ഈസ് ദ ഗോൾ ഓഫ് എ ഫേം? ആരുമില്ലേ പറയാൻ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് വ്യക്തമല്ലേ? കേൾക്കാം. ഓക്കെ. എന്താണ് ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ, ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്താണ്? സുബ്രഹ്മണ്യൻ ചേട്ടൻ രാവിലെ തന്നെ പാത്രക്കട വന്ന് തുറന്ന് വെച്ച് തൊട്ടപ്പുറത്ത രാമൻ ചേട്ടന് കഞ്ഞി കുടിക്കാൻ പാത്രമില്ല. ആ ചേട്ടന് സൗജന്യമായിട്ടൊരു പാത്രം എടുത്തു കൊടുത്തു. യെസ്, അങ്ങനെ സൗജന്യം കൊടുക്കാനാണോ വ്യാപാര സ്ഥാപനം തുടങ്ങണേ? അല്ല. അമൃത സതീഷ് കമന്റ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് മേക്കിംഗ് ആണ്, ലാഭാധിഷ്ഠിതമാണ്. ലാഭമാണ് ബിസിനസ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ ഒരു സ്ഥാപനത്തിന് എങ്ങനെയൊക്കെ ലാഭം ഉണ്ടാവും ഒന്ന് പറഞ്ഞേ, കമോൺ. ഒരു സ്ഥാപനത്തിന് ലാഭം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള പ്രൊഡക്ട്സ് വിപണിയിൽ ഇറക്കുമ്പോ. അതെ, കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള പ്രൊഡക്റ്റ് വിപണിയിൽ ഇറക്കുമ്പോൾ ലാഭം ഉണ്ടാവും. പിന്നെയോ? വിലയിലുള്ള മാറ്റങ്ങള്, വിലയിലുള്ള മാറ്റങ്ങൾ ലാഭത്തിന് നിർണ്ണയിക്കും. റൈറ്റ്. പിന്നെയോ? പെർഫോമൻസ് നന്നാവുക. ഓക്കെ, റൈറ്റ്, ശരി. ഞാൻ ആഗ്രഹിച്ച ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോ പെർഫോമൻസ് നന്നാക്കണം. എങ്ങനെ പെർഫോമൻസ് നന്നാക്കും? ഇനി ഐഡിയ? പെർഫോമൻസ് നന്നാക്കണം. കസ്റ്റമർ സർവീസ്. ഓക്കെ. ശാരദ ചേച്ചിയുടെ മോള് നല്ല കാര്യക്ഷമതയുള്ള എംപ്ലോയീസ് ഉണ്ടാവും. ഓക്കെ. സുചിത്ര അല്ലേ പറഞ്ഞത്? ഓക്കെ. സുചിത്ര, രമണി ചേച്ചിയുടെ മോളും ശാരദ ചേച്ചിയുടെ മോളും കൂടിയും ഉപജില്ലാ കലോത്സവത്തിന് ഭരതനാട്യം മത്സരത്തിന് പോയി. രണ്ടുപേരും മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണ്. രണ്ടുപേരും മത്സരിക്കുന്നുണ്ട്, മത്സരാർത്ഥികളാണ്. ശാരദ ചേച്ചിയുടെ മോൾക്ക് 1ാം സമ്മാനം കിട്ടി, രമണി ചേച്ചിയുടെ മോൾക്ക് A ഗ്രേഡും കിട്ടി. അടുത്ത തവണ ശാരദ ചേച്ചിയുടെ മോളും രമണി ചേച്ചിയുടെ മോളും ഭരതനാട്യത്തിൽ തന്നെ വീണ്ടും മത്സരിക്കുന്നുണ്ട്. രമണി ചേച്ചിയുടെ മോള് A ഗ്രേഡിൽ നിന്ന് 1ാം സ്ഥാനത്തിലൂടെ എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യണം. സ്മാർട്ട് വർക്കിംഗ് ചെയ്യണം. ഓക്കെ. ഹാർഡ് വർക്കിംഗ് വേണം, സ്മാർട്ട് വർക്കിംഗ് വേണം, ഡെഡിക്കേഷൻ വേണം. എന്താണ്?
പറഞ്ഞോ. ഡെഡിക്കേഷൻ ചെയ്യണം. വേണം, പ്രാക്ടീസ് വേണം. പിന്നെയോ ഈ ലോകത്തുള്ളതൊക്കെ വരും. പോരട്ടെ. കമോൺ ഹാർഡ് സെൽഫായിട്ട് വർക്കിംഗ്, ക്രിട്ടിക്കലി സ്മാർട്ട് അനലൈസ് വർക്കിംഗ്, ചെയ്യണം. ഡെഡിക്കേഷൻ, സിംപ്ലിസിറ്റി. പറയും പോരട്ടെ. സെൽഫ് അനലൈസിങ് വേണം. യെസ്. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം അതായിരുന്നു. ആരാണത്? ആരാണ് ചൊല്ലിട്ടെ? സുചിത്ര. ഓക്കെ. ശാരദ ചേച്ചിയുടെ മോക്ക് 1ാം സമ്മാനം കിട്ടി. രമണി ചേച്ചിയുടെ മോക്ക് എ ഗ്രേഡ് കിട്ടി. അപ്പൊ അതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ശാരദ ചേച്ചിയുടെ മോക്ക് 1ാം സമ്മാനം കിട്ടിയത്, രമണി ചേച്ചിയുടെ മോക്ക് സമ്മാനം എ ഗ്രേഡ് ആയി ചുരുങ്ങിയത് എന്തുകൊണ്ടാണ്? അത് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള കുറവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുദ്ര ശരിയായില്ല. സലീംകുമാർ പറയുന്നില്ലേ മറ്റേ സിനിമയിൽ, ദിമുദ്ര ഏകമുദ്ര. അതുപോലെ മുദ്ര ശരിയായില്ല. ഒരു റീസൺ ആണ് കേട്ടോ. ഐ അപ്പിയറൻസ് ശരിയായില്ല. ചുവടുകൾ വെച്ചപ്പോൾ അതിന്റെ താളം ശരിയായില്ല. ഇതൊക്കെ പല കാരണങ്ങളാണ് നൃത്തത്തില്. അപ്പോ ഈ കാര്യങ്ങളെ മുഴുവനും വിശകലനം ചെയ്യാണ്, അനലൈസ് ചെയ്യാണ്. അത് വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്താം. മനസ്സിലായി? ഒരു സ്ഥാപനത്തിനകത്തുള്ള, ഞാനിത് പറഞ്ഞത് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ചെറിയ കഥകൾ പറഞ്ഞത്. ഈ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞാലേ നിങ്ങളുടെ തലയിൽ അത് നിൽക്കൂല. ഓക്കെ, ആരോ മൈക്ക് മ്യൂട്ട് ചെയ്യാനുണ്ടേ. ഒന്ന് ഞാന് എല്ലാവരുടെയും പിന്നെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഒന്ന് ഓൾ മ്യൂട്ട് കൊടുക്കാണ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് പിന്നെ ഒരു സ്ഥാപനത്തിനകത്തുള്ള ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ആ ജീവനക്കാരുടെ വിഭവശേഷിയെ, അവരുടെ ജോലി, അവരുടെ കാര്യക്ഷമതയെ, ആ കാര്യക്ഷമതയിലുള്ള കുറവുകളെ വിലയിരുത്തുന്നു. ആ കാര്യക്ഷമതയിലുള്ള കുറവുകൾ വിലയിരുത്തി അത് ഇംപ്രൂവ് ചെയ്യുന്നതിന്, അത് ലാഭം കൂട്ടുന്നതിനുള്ള ഒരു കാരണമാണ്. ഒരാൾ ഒരു ചെരുപ്പ് കമ്പനിയാണെന്ന് വിചാരിക്കുക. ഒരു ചെരുപ്പ് കമ്പനിയിലുള്ള എ എന്ന് പറയുന്ന തൊഴിലാളി ഒരു ദിവസം 100 ചെരുപ്പ് ഉണ്ടാക്കുന്നു. പക്ഷെ ബി എന്ന് പറയുന്ന ഒരു തൊഴിലാളി 80 ചെരുപ്പ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോ അതിനകത്ത് എന്തോ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്. പക്ഷെ 100 ചെരുപ്പ് ഉണ്ടാക്കുന്നതിനുള്ള സമയം ഉണ്ട് അവിടെ. പക്ഷെ 80 ചെരുപ്പ് ഉണ്ടാക്കുന്നുള്ളൂ. ആ 80 ചെരുപ്പ് ഉണ്ടാക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തുകയും അത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആ കാര്യം പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. 100 ചെരുപ്പാക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ മാറ്റി കഴിയുമ്പോൾ സ്ഥാപനത്തിന്റെ ലാഭം കൂടും. അപ്പോ സ്ഥാപനത്തിന്റെ ലാഭവുമായി പ്രത്യക്ഷത്തിൽ ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഏത്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ കോഴ്സ് ഞാൻ ഇതിന്റെ അക്കാദമിക് കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ട് വന്ന ആളല്ല കേട്ടോ. ഇതിന്റെ അക്കാദമിക് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്ന ആളല്ല. ഞാൻ സ്മാർട്ട് ശ്രീയുടെ മാനേജിംഗ് പാർട്ണർമാരിൽ ഒരാളാണ്. ഓക്കെ, ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളോട് ഇതിലിപ്പോ 30 ചില പേരോ 40ഓളം പേരാണ് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. നിങ്ങളുടെ ബാച്ചിനകത്ത് ഏകദേശം 100 ചില്ലാനും വിദ്യാർത്ഥികളാണ് ഉള്ളത്. അപ്പോ ഈ 100 ചില്ലാൻ വിദ്യാർത്ഥികളെയും അഡ്മിഷൻ എടുത്തിട്ടുള്ളത് 12ഓ 15ഓ വരുന്ന സ്മാർട്ട് ശ്രീയുടെ സ്റ്റുഡൻസ് കൗൺസിലേഴ്സ് ആണ്, PROമാരാണ്. അപ്പോ അവരും നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാകും, ഇല്ലേ? കുറെ കാര്യങ്ങൾ ഈ കോഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാകും. അപ്പൊ അത് പറഞ്ഞു തരുന്ന സമയത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയതിലോ അവര് പറഞ്ഞ കാര്യങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളോ ആശയവിനിമയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ മനസ്സിലാക്കലിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ A to Z വിവരം, ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്കാദമിക് കാര്യങ്ങളും നോൺ അക്കാദമിക് കാര്യങ്ങളും വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരികയും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുകയും നിങ്ങളുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ കൂടിയാണിത്. ഓക്കെ, ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള അവസാന വിദ്യാർത്ഥിയുടെ അവസാന ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ടേ ഞാൻ ഇന്ന് ഈ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുകയുള്ളൂ. ഓക്കെ, അപ്പോ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ. വേറെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കണം. കാരണം ചില കുട്ടികൾ ക്ലാസ്സിന്റെ തീരുന്ന ഒരു സമയത്തൊക്കെ പറയും അന്ന് അങ്ങനെയല്ലല്ലോ അവര് പറഞ്ഞിരുന്നത് ഇവര് പറഞ്ഞിരുന്നതൊക്കെ പറയും. ഓക്കെ, അപ്പോ ഞാൻ പറയുന്നത് അവര് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളേ അല്ല. പക്ഷെ ചിലരെങ്കിലും ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ചില കുറവുകൾ സംഭവിക്കാറുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് വെച്ചിട്ടുള്ളത്. അപ്പോ നമുക്ക് പിന്നെ നമ്മുടെ
സെഷനിലോട്ട് കിടക്കാം. നമ്മുടെ കോഴ്സ് സ്വകാര്യ മേഖലയിലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ, സ്വകാര്യ സംരംഭങ്ങൾ, സ്കൂളുകൾ, പ്രൈവറ്റ് ഓഫീസുകൾ, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. ഒരു സ്ഥാപനത്തിലോട്ട് ആവശ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ അവരെ നിയമിക്കുകയും നിയമിച്ചതിനു ശേഷം അവർ അവിടെ നിന്ന് റിട്ടയർ ചെയ്യുന്നത് വരെയുള്ള അവരുടെ A to Z കാര്യങ്ങൾ പരിശോധിക്കുകയും പരിഹരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കോഴ്സ് ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള കോഴ്സാണ്. ഈ കോഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് 4 മാസക്കാലാണ്. 4 മാസമാണ് നമ്മുടെ ഇതിന്റെ കാലാവധി. എക്സാമും ബാക്കി കാര്യങ്ങളൊക്കെ കൂടി ഫിനിഷ് ചെയ്ത് വരുമ്പോൾ 5 മാസം എടുക്കും. ഓക്കെ, അതുകൊണ്ടാണ് 5 മാസത്തെ കോഴ്സാണ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് ചെയ്യുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. പ്രീ ഡിഗ്രി, +2 ഓർ തത്തുല്യമായ ഈക്വലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും യോഗ്യതകൾ, ഇപ്പൊ VHSC പോലെയുള്ള യോഗ്യതകളൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സ് ചെയ്യാവുന്നതാണ്. ഈ കോഴ്സ് ചെയ്യുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഏജ് ബാറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എങ്കിലും പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ഇപ്പൊ 46, 47, 48 വയസ്സൊക്കെ ആവുമ്പോൾ ജോലി കിട്ടുന്നതിനുള്ള സാധ്യത കുറയും. എന്നാൽ കുറച്ചാളുകൾ വിവിധ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും. അവർക്ക് ഒരു ലോങ് ടൈം എക്സ്പീരിയൻസ് ഉണ്ടാവും, ഒരു ക്രോണിക് എക്സ്പീരിയൻസ് ഉണ്ടാവും അവർക്ക്. പക്ഷേ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള ആളുകളും നമ്മുടെ കോഴ്സിനകത്ത് ചേരാറുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഈ കോഴ്സിന്റെ ഫീസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഈ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കോഴ്സിനെ കുറിച്ച് പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ടാവും. എത്രയാണ് ഇതിന്റെ ഫീസ്? ഒന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാള്, എത്രയാണ് ഫീസ്? 3000 രൂപയാണ് ഫീസ്. അത് ഇവിടുത്തെ ഫീസ്, സ്മാർട്ട് ശ്രീയുടെ ഫീസ് അല്ലേ? പുറത്ത് ഈ കോഴ്സിന്റെ ഫീസ് എത്രയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കമോൺ, ആരും ശ്രദ്ധിച്ചിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടില്ല? നിങ്ങളെല്ലാവരും കഞ്ഞി കുടിക്കാതെയാണ് ഇന്ന് വന്നാക്കുന്നത്. രാവിലെ 10 ക്ലാസ് തുടങ്ങുമ്പോൾ എന്റെ വലിയ കഞ്ഞിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ്. ഞാൻ അതിന്റെ ഒരു തളർച്ച കൊണ്ടാണോ മിണ്ടാതിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത് ഞാൻ. Above 30,000? യെസ്, റൈറ്റ് ആൻസർ. അതാണ് ഉത്തരേന്ത്യ. എബവ് 30,000. 30,000 രൂപ തുടങ്ങി 50,000 രൂപ വരെ ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സിന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വാങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു അറിവുള്ള സമയത്താണ് നിങ്ങളുടെ മുന്നിലേക്ക് 3000 രൂപയുടെ ഒരു പോസ്റ്റാണ് ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോ ഇതിലിപ്പോ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ട് 2 പേര് മാത്രമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പൊ ഈ ലൈവ് ക്ലാസ്സിലുള്ളൂ, നമ്മളായിട്ട് ബന്ധമുള്ളവര്. ബാക്കിയുള്ളവരാരും തന്നെ സ്മാർട്ട് ശ്രീയെ കുറിച്ച് ജീവിതത്തിൽ ഇന്ന് വരെ സ്മാർട്ട് ശ്രീ എന്നുള്ള വാക്ക് പോലും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോ അവര് പൊതുവിൽ വിചാരിക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് 30,000 രൂപ 50,000 രൂപ പഠിപ്പിക്കുന്ന കോഴ്സ് 3000 രൂപക്ക് ഇവര് പഠിപ്പിക്കുന്നു. ഇത് എന്താണിത്? എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുക? ഈ പോസ്റ്റർ കാണുമ്പോൾ ഉറപ്പായിട്ടും ഇതൊരു ഫ്രോഡലന്റ് പ്രോഗ്രാമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം, ഇല്ലേ? എനിക്കൊരു ദിവസം 8, 9, 10 കോൾ വരാറുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന കോഴ്സിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ തുടങ്ങുന്നത്. പക്ഷെ ഇങ്ങനെ കുത്തി ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും നമ്മൾ തട്ടിപ്പുകാരാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുന്നതാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ PG കോഴ്സിന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ 1,13,000 രൂപ തുടങ്ങി 2 ലക്ഷം രൂപ വരെയാണ് ഇന്ന് ഫീസ്. ഞങ്ങൾ പഠിപ്പിക്കുന്നത് 13,000 രൂപക്കാണ്. 10% പോലും വാങ്ങുന്നില്ല അതില്ല. ഓക്കെ, 10 മാസം ലൈവ് ക്ലാസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പൊ ഡിപ്ലോമക്ക് നമ്മൾ 3-4 മാസക്കാലം ഡെയിലി ലൈവ് ക്ലാസ് ആണ്, ഡെയിലി ലൈവ് ക്ലാസ് തരാണ്. അപ്പോ ഇത് തട്ടിപ്പാണോ എന്ന് വിചാരിക്കും. അപ്പോ നിങ്ങൾ ആ PROനെ വിളിച്ചു, ഡീറ്റെയിൽസ് ചോദിച്ചതിന് ശേഷം അപ്പൊ അവര് പറയും 1000 രൂപ അടച്ചാൽ മതി. അപ്പൊ കുറെ പേര് വിചാരിക്കുമോ 1000 രൂപയല്ലേ എന്തായാലും ഒന്ന് അടച്ചിട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് 1000 രൂപ അടച്ചിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ സ്മാർട്ട് ശ്രീയുടെ ഒരു പോളിസി ഉണ്ട്. ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യം കൂടി പറഞ്ഞത്. സ്മാർട്ട് ശ്രീയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് ഞാൻ എല്ലാ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലും സൂചിപ്പിക്കാറുള്ളതാണ്. ഈ നാടിനകത്ത് ഒരു മാസം 2,000-ഓ 3,000-ഓ പോലും ഒരുമിച്ച് തൻ്റെ ഉള്ളംകൈയിൽ ചുരുട്ടിപ്പിടിക്കാനായിട്ട് പറ്റാത്ത ഒരു വിഭാഗം ആളുകൾ ഈ നാട്ടിനകത്തുണ്ട്. അവർക്ക് വിദ്യാഭ്യാസം നേടണമെന്നുള്ള ആഗ്രഹമുണ്ട്.
പക്ഷെ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ കൊണ്ട് കഷ്ടപ്പാടുകൾ കൊണ്ട് അവർക്ക് അത് നേടാൻ പറ്റുന്നില്ല. സ്മാർട്ട് ശ്രീയുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് സ്മാർട്ട് ശ്രീ ഏത് കോഴ്സ് ചെയ്യുമ്പോഴും ഈ സമൂഹത്തിനകത്ത് ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരാൾക്ക് ഉപകാരപ്രദമാകണം എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ മുഴുവൻ കോഴ്സുകളും ഡിസൈൻ ചെയ്യാറുള്ളത്. 30,000-നും 50,000-നും പഠിപ്പിക്കുന്ന മോണ്ടിസോറി ഞങ്ങൾ പഠിപ്പിക്കുന്നത് 8,000 രൂപയ്ക്കാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 7,000 രൂപക്കും 13,000 രൂപക്കാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ HR മാനേജ്മെന്റ് നമ്മൾ പഠിപ്പിക്കുന്നത് 3,000 രൂപക്കാണ്. അപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾ ചില ആർക്കെങ്കിലും സംശയം തോന്നും. എന്താ സംശയം? ആ സംശയം ഓക്കെ, കോഴ്സിന്റെ ഫീസ് കുറവാണെങ്കിൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക ഒന്ന് പറഞ്ഞേ. കോഴ്സിന്റെ ഫീസ് കുറവാണ്. കോഴ്സിന്റെ ഫീസ് കുറവാണെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഡീമെറിറ്റ് എന്താണ്? കമോൺ യെസ്, സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ. അതാണ് ഒന്നാമത്തെ കാര്യം. ദേവസി ചേട്ടനും മേരി ചേച്ചിയും ചാള വെക്കാണ്. ചാള ഓക്കെ, റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും. നിങ്ങൾ അതിൽ നിന്ന് ഇടയ്ക്ക് കൂടെ നടന്നു പോകാണ്. ദേവസി ചേട്ടൻ ചാളക്ക് 1 കിലോ 100 രൂപക്ക് വെക്കുന്നു. മേരി ചേച്ചി 1 കിലോക്ക് 50 രൂപക്ക് വെക്കുന്നു. നമ്മുടെ മനസ്സിൽ ആദ്യം പോകുന്ന ഒരു തോന്നല് മേരി ചേച്ചിയുടെ ചാള ചീഞ്ഞ ചാള ആയിരിക്കോ എന്നുള്ള തോന്നലായിരിക്കും ഫസ്റ്റത്തെ തോന്നല്. ഓക്കെ, അതുപോലെയാണ് ഈ കാര്യത്തില്. ഇത് കോഴ്സിൽ ചേരുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ച് 3,000 രൂപക്ക് പഠിക്കുന്ന ഒരു കോഴ്സിന്റെ സർട്ടിഫിക്കറ്റിന് എന്ത് വാലിഡിറ്റി ആണ് ഉള്ളത്? അതായിരിക്കും അതിന്റെ പിന്നെ ആദ്യം വരുന്ന ഒരു ആശങ്ക. അപ്പൊ അതുകൊണ്ട് സർട്ടിഫിക്കറ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മുടെ PROമാര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തരുന്ന സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഈ കോഴ്സിനൊപ്പം ഒരു സർട്ടിഫിക്കറ്റ് ആണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഒരേ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. 2 സർട്ടിഫിക്കറ്റ് ഇല്ല, ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അത് ഈ കോഴ്സിനോടൊപ്പം സൗജന്യമാണ്. കോഴ്സിനോടൊപ്പം തികച്ചും സൗജന്യമായിട്ടാണ് ഇത് നടത്തുന്നത്. 1 രൂപ പോലും അതിന് വേറെ പ്രത്യേകമായി തരേണ്ടതില്ല. കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് 3,000 രൂപയാണ്. ആ 3,000 രൂപ 2 തരത്തിലടക്കാം. ഒന്നാമത്തേത് 1,000 രൂപ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടുണ്ടാകും. രജിസ്ട്രേഷൻ ഫീസ് അടച്ചവരാണ് ഇതിനകത്തോട്ട് കയറ്റുന്നത്. ശേഷമുള്ള ബാക്കി 2,000 രൂപയാണ് അടക്കേണ്ടത്. അത് ഒരുമിച്ച് അടക്കുകയാണെങ്കിൽ, ഒരുമിച്ച് ആണ് അടക്കുന്നതെങ്കിൽ 1,800 രൂപ നിങ്ങൾ അടച്ചാൽ മതി. 2,000 രൂപ അടക്കേണ്ടതില്ല. 200 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അത് ഈ ജൂൺ 10 വരെ മാത്രമുള്ള ഒരു ഓഫറാണ്. ജൂൺ 10-നുള്ളിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ 2,000 രൂപ അടക്കേണ്ട, 1,800 രൂപ മാത്രം നിങ്ങൾ അടച്ചാൽ മതിയാകും. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ 3,000 രൂപ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പൈസ ഏതാ നിങ്ങൾ അടക്കേണ്ടത്? ഇവിടെ പറയാമോ? എക്സാം ഫീസ് എത്രയാണ്? 2,000 രൂപ. ഓക്കെ, അറിയാം. നമ്മുടെ PROമാര് പറഞ്ഞിട്ടുള്ളത് കൃത്യമാണ്. 2,000 രൂപയാണ് എക്സാം ഫീസ്. ആ 2,000 രൂപ ഒരുമിച്ച് അടക്കണം എന്നില്ല. 3 മാസം ആദ്യത്തെ രജിസ്ട്രേഷൻ ഫീസ് 1,000 രൂപ നിങ്ങൾ ആദ്യം അടച്ചു. 1 മാസം പൂർത്തിയാകുമ്പോൾ വീണ്ടും അടുത്ത 1,000 രൂപ അടക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത മാസം വീണ്ടും 1,000 രൂപ അടച്ചു. കോഴ്സ് ഫീസ് കഴിഞ്ഞു. പിന്നെ എക്സാം ഫീസാണ് അടക്കേണ്ടത്. 4-ാമത്തെ മാസം നിങ്ങൾ എക്സാം ഫീസിൽ 1,000 രൂപ അടക്കാം. 5-ാമത്തെ മാസം അടുത്ത 1,000 രൂപ അടക്കാം. അപ്പൊ നിങ്ങൾക്കും വലിയ ഒരു ഭാരം ഇല്ലാതെ, ഒട്ടും ഭാരമില്ലാതെ ആ കാര്യം നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ ആകെ 5,000 രൂപയാണ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന ഒരു ചെലവ്. അതുകൂടാതെ ഒരു 100 രൂപയുടെ ചെലവ് കൂടി വരും. അത് എക്സാം സമയത്താണ്. എക്സാമിന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ID കാർഡ്, ഒരു ഡിജിറ്റൽ ID കാർഡ് ഇഷ്യൂ ചെയ്യും. ആ ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോ അതാണ് ഒരു ഭാഗമുള്ളത്. കോഴ്സിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് RSDCA എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ആണ്. RSDCA എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ആണ്. റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് അത്. അതിന് 7 ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. 7 ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ് ആ 7 ഫീച്ചേഴ്സ് എന്ന് ഒന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, 7 ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത്, അത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡിയാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ കൗൺസിലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ കൗൺസിലുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്ന് പറയാമോ? ആരും കേട്ടിട്ടില്ലേ? ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിലിനെ കുറിച്ച് മുമ്പ് കേട്ടിട്ടില്ല? നിങ്ങൾക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണ് ഞാൻ പറയാം. നിങ്ങൾ കേട്ടിട്ടുള്ളൊരു പേര് പറയാം. ഭാരത് സേവക് സമാജ്, BSS കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്.
ഇന്ത്യക്കകത്ത് പ്രധാനമായും സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡികളായി പ്രവർത്തിക്കുന്ന 3-4 സർട്ടിഫിക്കേഷൻ കൗൺസിലുകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഭാരത് സേവക് സമാജ്, രണ്ടാമത്തേതാണ് NCVERT, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ് സെന്റർ, മൂന്നാമത്തേതാണ് RSDCA, റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി. ഓക്കെ, RSDCAയുടെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് തരുന്നത്. 7 ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തേത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമത്തേത് അത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. എന്താണ് ഓൺലൈൻ വെരിഫിക്കേഷൻ അറിയാമോ നിങ്ങൾക്ക്? നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടോ, നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു QR കോഡ് ഉണ്ടാവും. ആ QR കോഡിൽ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരെ പോകുന്നത് ഈ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡിയുടെ വെബ്സൈറ്റിലേക്കാണ്. നിങ്ങൾ ആരെങ്കിലും ഒരു ജോലി കിട്ടി, ആഫ്രിക്കയിലാണ് പോയി എന്ന് വിചാരിക്കുക, ആഫ്രിക്കയിൽ പോയി, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതാണോ? നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത അവിടെ പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയർക്ക്, നിങ്ങൾക്ക് ജോലി തരുന്ന ആള്, തൊഴിൽ ദാതാവ്, അവിടുത്തെ എംപ്ലോയർക്ക് ആ 1 സെക്കൻഡ് കൊണ്ട് അതിന്റെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ പറ്റും. ആ സർട്ടിഫിക്കറ്റിനുള്ള QR കോഡ് രജിസ്റ്റർ ചെയ്താൽ നേരെ അവരുടെ വെബ്സൈറ്റിലേക്ക് പോകും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു സീരിയൽ നമ്പർ ഉണ്ടാകും. ആ സീരിയൽ നമ്പർ ആ വെബ്സൈറ്റിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ആ സീരിയൽ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടാവും, നിങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അങ്ങനെ നിങ്ങളുടെ അക്കാദമിക് പെർഫോമൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ ആ വെബ്സൈറ്റിൽ ഉണ്ടാവും. അപ്പോ എംപ്ലോയർക്ക് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത പരിശോധിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇത്. മൂന്നാമത്തേത് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. എന്താണ് ഇന്ത്യൻ എംബസി? ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തുള്ള പൗരന്മാർ വിദേശത്തേക്ക് പോകുമ്പോൾ അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക സംവിധാനമാണ്. ആ ഇന്ത്യൻ എംബസി എന്ന് പറയുന്ന സംവിധാനം അറ്റസ്റ്റ് ചെയ്ത് ഇതിന്റെ ആധികാരികത സാക്ഷ്യപ്പെടുത്തി തരുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. നാലാമത്തേത് മോഫ അറ്റസ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശകാര്യ മന്ത്രാലയം, അതിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അഞ്ചാമത്തേത് പിന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിങ്ങൾ എല്ലാവരും SSLCയും +2 ഒക്കെ കഴിയുമ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ രജിസ്ട്രേഷനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കൂടി രജിസ്റ്റർ ചെയ്യാനായി സാധിക്കുന്നതാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ആറാമത്തേത് ഇതൊരു ISO സർട്ടിഫിക്കറ്റ് ആണ്. ഇത് ഒരു ISO സർട്ടിഫിക്കറ്റ് ആണ്. ഇതുകൂടാതെ സൗദി അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ ഉൾപ്പെടെ ഒട്ടനവധി വിദേശ രാഷ്ട്രങ്ങളിൽ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഈ നമ്മുടെ RSDCAയുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ആ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തരുന്നത്. ആ കോഴ്സിനകത്ത് 3 രീതിയിലാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത്. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, അങ്ങനെ 3 രീതിയിലാണ് നിങ്ങൾക്ക് അതിന്റെ ക്ലാസ്സുകൾ വരുന്നത്. ഓക്കെ, സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഭാഗം ഞാൻ വിശദീകരിച്ചത് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് പിന്നെ നിങ്ങൾ നമ്മുടെ PROമാര് പറഞ്ഞപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് SDC കാനഡ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. SDC കാനഡ ഞാൻ പറഞ്ഞു കോഴ്സിനോടൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അത് സൗജന്യമായി നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ്. എന്നാൽ SDC കാനഡ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ് SDC കാനഡ എന്ന് പറയുന്നത്. ഈ കോഴ്സ് ചെയ്യുന്ന ആർക്കെങ്കിലും വിദേശത്ത് പോയി ജോലി നോക്കണം എന്നുണ്ടെങ്കിൽ, വിദേശത്ത് ജോലി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റ് ആണ് അത്. എന്താണെന്നറിയോ? അത് വിദേശങ്ങളിൽ സ്കിൽ കോഴ്സുകൾക്ക് ഡ്യുവൽ സർട്ടിഫിക്കേഷൻ ഉള്ള കോഴ്സുകളെ പ്രീമിയം കോഴ്സുകളായി പരിഗണിക്കാറുണ്ട്. അപ്പോ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുന്നത്. അങ്ങനെ ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകമായി എക്സാം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ പറയണം. അത് നിങ്ങൾ പറയുന്ന ആൾക്കാർക്ക് മാത്രമേ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ.
അതിന് ഒരു പേയ്മെന്റ് ഉണ്ട്. 1600 രൂപയാണ് അതിന്റെ പേയ്മെന്റ് വരുന്നത്. 1600 രൂപ. 1600 രൂപ എക്സ്ട്രാ അടച്ചാലാണ്, ഈ 5000 രൂപ കൂടാതെ 1600 രൂപ എക്സ്ട്രാ അടച്ചാലാണ് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമാകുക. ഓക്കെ, അത് എല്ലാവരും വാങ്ങണമെന്ന് നിർബന്ധമില്ല കേട്ടോ, നിർബന്ധമില്ല. ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളല്ലേ. ചില ആളുകൾക്ക് വിദേശത്ത് പോയി സെറ്റിൽഡ് ആകണം, അവരുടെ ഭാര്യമാർ ഭർത്താക്കന്മാരൊക്കെ ഒരുപക്ഷെ വിദേശത്തായിരിക്കാം. അപ്പൊ അവർക്ക് വിദേശത്ത് പോയി സെറ്റിൽഡ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവര് മാത്രം ആ സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ മതിയാകും. ഓക്കെ, ചില ആൾക്കാർക്ക് ഇവിടെ നാട്ടിൽ തന്നെ നിൽക്കണമെന്നും നാട്ടിലെ പുഴയിൽ കുളിക്കണമെന്നും അമ്പലത്തിൽ ഉത്സവം കാണാൻ പോകണമെന്നും പള്ളിയിൽ പെരുന്നാൾ കാണാൻ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ തന്നെ നിൽക്കണമെന്ന്, വീട്ടുകാരുടെ ഒപ്പം നിന്ന് സന്തോഷത്തോടെ ചെറിയ ജീവിതം നയിക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരാരും തന്നെ ഇത് മേടിക്കേണ്ടതില്ല, SDC സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടതില്ല. ഞാൻ ഇവിടെ വരുന്ന സംശയങ്ങൾ നിങ്ങൾ അപ്പൊ കമന്റ് ബോക്സിൽ ഇട്ടോട്ടോ. ആ സംശയങ്ങൾക്ക് ഞാൻ ഈ ക്ലാസ് കഴിയുന്ന സമയത്ത് മറുപടി തരുന്നതാണ്. മുഴുവൻ വിദ്യാർത്ഥികളുടെയും സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയൂ കേട്ടോ. അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ക്ലാസ്സിന്റെ ടൈമാണ്. ക്ലാസ്സിന്റെ സമയം എന്ന് പറയുന്നത് 1:30 മുതൽ, എല്ലാ ദിവസവും ഉച്ചക്ക് 1:30 മുതൽ 2:30 വരെയായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. എല്ലാ ദിവസവും 1:30 മുതൽ 2:30 വരെ 1 മണിക്കൂറാണ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ എല്ലാ തിങ്കൾ മുതലും വെള്ളി വരെ ആയിരിക്കും. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ 1:30 മുതൽ 3:30 വരെ ആയിരിക്കും, 2:30 വരെ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ഓക്കെ, അടുത്തൊരു ഭാഗം, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് വേണ്ടത്? ആരെങ്കിലും ഒന്ന് പറയാമോ? ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് വേണ്ടത്? ഗൂഗിൾ ക്ലാസ് ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂം അല്ലെ? ഗൂഗിൾ മീറ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ലൈവ് ക്ലാസ്. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാനിത് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഞങ്ങള് 14 വർഷമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. എത്ര തവണ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഇത് വളരെ ചെറിയ കാര്യമാണ്, അറിയുന്ന ആൾക്കാർക്ക് ഇത് വളരെ ചെറിയ കാര്യമാണ്. പക്ഷേ എങ്കിലും എല്ലാ ബാച്ചുകളും തുടങ്ങുന്ന സമയത്തും വിദ്യാർത്ഥികൾ ഓരോ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സിഗ്നൽ ഇടയ്ക്ക് ലോസ്റ്റ് ആകുന്നുണ്ട് കേട്ടോ. ഓക്കെ, റൈറ്റ്, പറയാം. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതപ്പോ എപ്പോഴാണ് കിട്ടുക? ഉച്ചക്ക് 1:30 മണിക്കാണ് നിങ്ങളുടെ ലൈവ് ക്ലാസ് ആരംഭിക്കുന്നത് അല്ലേ? നിങ്ങൾ രാവിലെ 11 മണിക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുമോ? ഇല്ല. അത് ഓർമ്മയിൽ വെച്ചേക്കണം. എന്നെ ഒരു സുലേഖ, ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. സുലേഖയുടെ ക്ലാസ് രാവിലെ 10:30 മണിക്കാണ്. സുലേഖ രാവിലെ 10:30 ഫ്രീ ആകാറില്ല. ഉച്ചക്ക് 12 മണിക്ക് വിളിച്ചിട്ട് എന്നോട് പറയും, സാർ എനിക്ക് ലൈവ് ക്ലാസ് കിട്ടുന്നില്ല. ലൈവ് ക്ലാസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാല് 10:30 ലൈവ് ക്ലാസ്സിന് ആ സമയത്ത് കയറിക്കൊള്ളണം. ആ സമയം നിശ്ചയിച്ചിട്ടുള്ള 1:30 മുതൽ 2:30 വരെയുള്ള ആ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂ. 2:30 മണി കഴിഞ്ഞിട്ട് നിങ്ങൾ വർക്കിംഗ് ആയിരിക്കൂല. ഓക്കെ, അപ്പൊ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ 1:30 മുതൽ 3:30 വരെ ആയിരിക്കും, 2:30 വരെ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അടുത്ത എന്ന് പറയുന്നത് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഗൂഗിൾ ക്ലാസ് റൂം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? കമോൺ, ക്ലാസ്സുകള് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾക്ക് കിട്ടാനും പിന്നെ എന്തെങ്കിലും അടിയന്തരമായിട്ടുള്ള ശരി, ഞാൻ പറയാം, മനസ്സിലായി. യെസ്, അത് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്. ഗൂഗിൾ മീറ്റിലുള്ള ലൈവ് ക്ലാസ് കാണണമെന്ന് നിർബന്ധമില്ല. ഇതിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, വേറെ കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്, സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട്, പിന്നെ വീട്ടമ്മമാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ എല്ലാ ദിവസവും അതാത് സമയത്ത് ഒരു പക്ഷെ ക്ലാസ്സിൽ കയറാൻ പറ്റിയെന്ന് വരൂല. ഇപ്പൊ തന്നെ 100 ചില്ലാൻ പേരുള്ള ക്ലാസ്സാണ്, നമ്മൾ 30 ചില്ലാൻ പേരെ ലൈവ് ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. അപ്പോ ഈ ലൈവ് ക്ലാസ്സുകളെല്ലാം റെക്കോർഡ് ചെയ്ത് അതാത് സമയം, ഇത് നമ്മുടെ ക്ലാസ്സും റെക്കോർഡഡ് ആണ്, ഇത് റെക്കോർഡ് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിലോട്ട് ഇട്ട് തരും. അപ്പൊ ലൈവ് ക്ലാസ് ഒരു ദിവസം അറ്റൻഡ് ചെയ്തില്ല എങ്കിലും വേറൊരു വിഷമമൊന്നും വിചാരിക്കണ്ട.
നേരെ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ വന്നാൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നതാണ്. ഓക്കെ, ഗൂഗിൾ ക്ലാസ് റൂമിൽ എപ്പോഴായിരിക്കും ക്ലാസ് കിട്ടുക? അതിനെ കുറിച്ച് അത് ഈ ടൈമിനനുസരിച്ച്, അതായത് ഇന്ന് ഒരു 1:30ക്കാണ് ക്ലാസ് ഇതാണെങ്കിൽ ആ ഒരു ടൈമിനനുസരിച്ച് പിറ്റേ ദിവസത്തേക്ക് കിട്ടാം. യെസ്, ഇന്നത്തെ ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ് ഒരു കാരണവശാലും ഇന്ന് തന്നെ കിട്ടുകയില്ല. ഇന്നിപ്പോ ശനിയാഴ്ചയാണല്ലോ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടും. ആ റെക്കോർഡ് ക്ലാസ് കിട്ടുന്നത് തൊട്ടടുത്ത പ്രവർത്തി ദിവസം എപ്പോഴായിരിക്കും? ഉച്ചക്ക് 2 മണിക്ക് മുമ്പായിട്ടായിരിക്കും. ഓക്കെ, അതെന്താന്ന് വെച്ചാല് ഗൂഗിൾ മീറ്റിൽ നിന്ന് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് നമുക്ക് അർദ്ധരാത്രിയിലൊക്കെ ആയിരിക്കും. അത് വന്ന് കംപ്രസ് ചെയ്ത് ചുരുക്കിയിട്ട് വേണം നിങ്ങൾക്ക് ഇട്ടുതരാനായിട്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സിന് വേണ്ടി എടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് അതാത് ദിവസത്തെ ലൈവ് ക്ലാസ്സുകൾ അതാത് ദിവസം കിട്ടുകയില്ല, തൊട്ടടുത്ത പ്രവർത്തി ദിവസമായിരിക്കും കിട്ടുക. ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. മോക്ക് ടെസ്റ്റുകൾ കിട്ടും, PDF നോട്ടുകൾ കിട്ടും. ഇതെല്ലാം ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും കിട്ടുക. കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട പല അറിയിപ്പുകളും ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. പബ്ലിക് ഹോളിഡേയ്സ് ഇവിടെ അവധിയായിരിക്കും. പബ്ലിക് ഹോളിഡേയ്സ്, എന്നാൽ എല്ലാ പബ്ലിക് ഹോളിഡേയ്സും അവധിയായിരിക്കുകയുമില്ല. പ്രധാനപ്പെട്ട പബ്ലിക് ഹോളിഡേയ്സ് ഇവിടെ അവധിയായിരിക്കും. മനസ്സിലായി? അപ്പോ ആ ദിവസങ്ങളിൽ ചിലപ്പോൾ അതിപ്പോ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെ ആണെങ്കിൽ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, എങ്കിലും നമ്മൾ പറഞ്ഞ ഈ 4 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ പൂർത്തീകരിക്കുന്നതാണ്. ഓക്കെ, ഈ റെക്കോർഡ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യമുണ്ട് നിങ്ങളോട്. തിങ്കളാഴ്ചത്തെ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് എന്ന് കിട്ടും നിങ്ങൾക്ക്? ചൊവ്വാഴ്ച ഉച്ച ഒരു 2 മണിയൊക്കെ കഴിയും. ഓക്കെ, ശരി, നല്ല ഉത്തരമാണ് കേട്ടോ. വ്യാഴാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ്സിന്റെ വ്യാഴാഴ്ചത്തെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് എന്ന് കിട്ടും? ഓക്കെ, വെള്ളിയാഴ്ച കിട്ടും. അപ്പോ നിങ്ങൾക്ക് തിങ്കളാഴ്ച പിന്നെ റെക്കോർഡ് ക്ലാസ് കിട്ടും? തിങ്കളാഴ്ച റെക്കോർഡ് ക്ലാസ് കിട്ടോ? വെള്ളിയാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും തിങ്കളാഴ്ച. വെള്ളിയാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ശനിയാഴ്ച കിട്ടും. വെള്ളിയാഴ്ച ഫ്രൈഡേ വർക്കിംഗ് ഡേ ദിവസം. തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഏതാണ്? ചൊവ്വാഴ്ച. ശനിയാഴ്ചയാണ്. ചൊവ്വാഴ്ച വെള്ളിയാഴ്ചയുടെ തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച. വെള്ളിയാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ് ശനിയാഴ്ച നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ചില കുട്ടികൾ തന്നെ തിങ്കളാഴ്ച ഉച്ചക്ക് 2 മണിക്ക് വിളിക്കും, സാറേ എനിക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അതാണ് ഞാനിതിപ്പോ പ്രത്യേകം എടുത്ത് പറയുന്നത്. തിങ്കളാഴ്ച നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടൂലെന്ന്. എന്താ കാരണം? വേറെ റെക്കോർഡ് ക്ലാസ് ഒന്നും ഇല്ല ഇട്ട് തരാനായിട്ട്. തിങ്കളാഴ്ച മുതൽ പിന്നെ ചൊവ്വാഴ്ച മുതൽ അടുത്ത ദിവസം കിട്ടും. ശനിയാഴ്ച ഒരു പബ്ലിക് ഹോളിഡേ വന്നെന്ന് വിചാരിക്കാം. അപ്പൊ വെള്ളിയാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ് എന്ന് കിട്ടും, തിങ്കളാഴ്ച കിട്ടും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി? ചെറിയ കാര്യങ്ങളാണെന്ന്, പക്ഷേ ഇത് കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ്. ഓക്കെ, റൈറ്റ്, ശരി. അപ്പോ ആ ഭാഗം ക്ലിയർ ആയി വിചാരിക്കുന്നു ഞാൻ. അപ്പോ ഗൂഗിൾ മീറ്റിന്റെ കാര്യം പറഞ്ഞു, റെക്കോർഡ് ക്ലാസിന്റെ കാര്യം പറഞ്ഞു, നോട്ടിന്റെ കാര്യം പറഞ്ഞു, മോക്ക് ടെസ്റ്റ്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട സാധനമാണ് മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? ഗൂഗിൾ ഇതിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ എല്ലാവരും MOQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിനും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് 6 ഭാഗങ്ങളാണ്, 6 പോർഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, 6 പോർഷൻ ആയിട്ട് 4 മൊഡ്യൂളുകളാണ് നിങ്ങൾക്ക് ഈ HRM-മായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുള്ളത്. ഈ ശാസ്ത്രശാഖയില് നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത് 4 മൊഡ്യൂളുകളായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. 4 പേപ്പേഴ്സ് ആയിട്ടാണ് നിങ്ങളുടെ എക്സാം നടക്കുന്നത്. ഓരോ പേപ്പറിന്റെയും മാർക്ക് 60 മാർക്കിലായിരിക്കും നിങ്ങൾക്ക് എക്സാം. എത്രയില്? 60 മാർക്കിൽ. 60 മാർക്കിൽ മിനിമം പാസ്സാകാൻ വേണ്ടി വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 22 മാർക്ക്. ഓക്കെ, അതുകൂടാതെ നിങ്ങൾക്ക് ഒരു ഇന്റേണൽ മാർക്ക് കൂടി ഉണ്ടാവും. ഓരോ 4 പേപ്പറിനും 40 മാർക്ക് വീതം ഒരു ഇന്റേണൽ മാർക്ക് ഉണ്ടാവും. അപ്പോ
60 മാർക്കിൽ 30 മാർക്ക് വാങ്ങുന്ന ഒരു സ്റ്റുഡന്റിന് 20 മാർക്ക് ഇന്ത്യയുടെ മാർക്ക് കിട്ടും. അക്കാദമിക് മാർക്കിന്റെ ആനുപാതികമായിട്ടാണ്. അപ്പൊ അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 400-ലായിരിക്കും നിങ്ങളുടെ എക്സാമിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 400-ലായിരിക്കും. ഓക്കെ. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം 2 ആഴ്ചയിൽ ഒരിക്കൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ക്ലാസ് കൂടി നമ്മൾ എക്സ്ട്രാ തരുന്നതാണ്. നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷയിൽ ആംഗലേയ ഭാഷയിലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അത് കേട്ടോ. അയ്യോ, ആരൊരാൾ മൈക്ക് മ്യൂട്ട് ചെയ്യാനുണ്ടല്ലോ. മ്യൂട്ട് ചെയ്യൂ. ഓക്കെ. അപ്പോ പറഞ്ഞു വന്നത് എക്സാമിനെ കുറിച്ചാണ്. എക്സാം നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിയുന്ന സമയത്ത് ഒരു മോഡൽ എക്സാം ഉണ്ടാവും. ഓൺലൈനിൽ ഒരു മോഡൽ എക്സാം ഉണ്ടാവും. അതിനുശേഷം ആയിരിക്കും മെയിൻ എക്സാം ഉണ്ടായിരിക്കുക. എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നോ നിങ്ങളുടെ തൊഴിലിടത്തിലിരുന്നോ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഇരുന്ന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൺലൈൻ എക്സാം ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ എക്സാം ലൈവ് സ്ട്രീമിംഗ് വീഡിയോ റെക്കോർഡഡ് ആയിരിക്കും. നിങ്ങൾ എക്സാം എഴുതുമ്പോഴേ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടേ എഴുതാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ വീഡിയോ റെക്കോർഡഡ് ആയിരിക്കും. നിങ്ങളുടെ എക്സാം സമയത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഇൻവിജിലേറ്റർമാരെ കൂടാതെ RSDCAയുടെയും SDC കാനഡയുടെയും ഷാഡോ ഇൻവിജിലേറ്റർമാർ കൂടി അതിൽ ഉണ്ടായിരിക്കുന്നതാണ്. അവർ നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നതാണ്. എക്സാം സമയത്ത് തെറ്റായിട്ടുള്ള ഒരു രീതികളും നിങ്ങൾ പിന്തുടരാൻ പാടുള്ളതല്ല. അങ്ങനെ പിന്തുടർന്നാൽ നിങ്ങളെ എക്സാമിൽ നിന്ന് നിർദാക്ഷിണ്യം കണ്ണി ചോറില്ലാത്ത രീതിയിൽ ഡീബാർ ചെയ്ത് വിടുന്നതാണ്. അതിലൊരു കോംപ്രമൈസും ഉണ്ടായിരിക്കുകയല്ല. കോഴ്സ് നടത്തുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമാണ് സ്മാർട്ട് 3 ചെയ്യുന്നത്. എക്സാമിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ മേൽനോട്ടവും നിർവഹിക്കുന്നത് സർട്ടിഫിക്കേഷൻ കൗൺസിലാണ്. ഓക്കെ. അപ്പോൾ ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനായിട്ട് പാടില്ല. പഠിക്കാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് മോക്ക് ടെസ്റ്റ്. വളരെ എളുപ്പത്തിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് 4 ഉത്തരം ഉണ്ടാവും. ആ ഉത്തരം ഏതെങ്കിലും ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് താഴെ ചെന്ന് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിൽ ഏതൊക്കെ ഉത്തരം ശരിയാണെന്നും ഏതൊക്കെ ഉത്തരം തെറ്റാണെന്നും അറിയാൻ സാധിക്കും. അപ്പൊ എളുപ്പത്തിൽ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാതെ അല്ലെങ്കിൽ ലൈവ് ക്ലാസ് കാണാതെ റെക്കോർഡ് ക്ലാസ് കാണാതെ പഠിച്ചു പോകുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മോക്ക് ടെസ്റ്റുകൾ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പരീക്ഷയിൽ വളരെ സിമ്പിളായിട്ട് വിജയിക്കാൻ സാധിക്കും കേട്ടോ. വളരെ സിമ്പിളായിട്ട് വിജയിക്കാൻ സാധിക്കും. അതുകൂടാതെ HRMന്റെ ഒരു ഗൈഡ് ഉണ്ട്. ആ ഗൈഡിൽ നിന്നായിരിക്കും 100% ചോദ്യങ്ങളും ഉണ്ടായിരിക്കുക. കാരണം എന്താ? ഇതൊരു സിലബസ് ബേസ് കോഴ്സ് ആണല്ലോ. ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഇതിൽ വരൂല. അപ്പോ ആ പർട്ടിക്കുലർ സിലബസിൽ നിന്ന് എക്സാമിന് വരാവുന്ന മുഴുവൻ ചോദ്യങ്ങളും എടുത്തിട്ടാണ് ആ ഗൈഡ് നമ്മുടെ അക്കാദമിസ്റ്റുകൾ തയ്യാറാക്കുന്നത്. 100% ചോദ്യങ്ങളും ആ ഗൈഡിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ. അപ്പോ സമയമില്ലാത്തവർക്ക് ഗൈഡ് വാങ്ങണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷെ സമയം ഇല്ലാത്തവർക്ക് ഗൈഡ് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ഒട്ടും സമയമില്ലാത്തവർ 1 മണിക്കൂർ കുത്തിയിരുന്ന് ലൈവ് ക്ലാസ് കാണേണ്ട കാര്യമില്ല. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമികമായി പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഈ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റേൺഷിപ്പ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ വീടിനടുത്തോ താമസത്തിനടുത്തൊക്കെ ഉള്ള ഏതെങ്കിലും ഓഫീസുകളിൽ ഇന്റേൺഷിപ്പ് എടുക്കുന്നത് നല്ലതാണ്. കോഴ്സിനോടൊപ്പം മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഫാക്ടറേ അല്ല. നിങ്ങൾ ഇന്റേൺഷിപ്പ് എടുത്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ ഇന്റേൺഷിപ്പ് എടുക്കുന്നത് നിങ്ങൾക്ക് പ്രായോഗികമായിട്ടുള്ള ഒരു ജോലി പരിചയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രായോഗികമായ ഒരു ജോലി പരിചയം കിട്ടും. അതുകൂടാതെ നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കിട്ടും. അത് നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് ജോലിക്ക് ചെല്ലുമ്പോൾ ഒരു പ്രയോറിറ്റി ഉണ്ടാക്കുന്ന സാധനമാണ്. മറ്റൊന്ന്, ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് നമ്മൾ ഇവിടുന്ന് തരും. പല ആൾക്കാർക്കും ഇന്റർവ്യൂവിൽ എങ്ങനെയാണത് പ്രസന്റ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മുടെ ഡ്രസ് കോഡ്, എങ്ങനെയായിരിക്കണം നമ്മുടെ അപ്പിയറൻസ്, എങ്ങനെയായിരിക്കണം നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മൾ സംസാരിച്ച് തുടങ്ങേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ പലരും ഇതിനകത്ത് വീട്ടമ്മമാരൊക്കെ ആണല്ലോ. അപ്പോ ഒരു പക്ഷെ കുറെ നാളെ പഠനവുമായിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ നിന്നിട്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഈ പഠനത്തിലൂടെ തിരിച്ചു വന്നിട്ടുള്ളവരായിരിക്കും. അപ്പൊ അവർക്കൊക്കെ വലിയ ആശങ്കകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതിനും മറ്റും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ ഒരു സെഷൻ കൂടി സൗജന്യമായിട്ട് ഇതിനോടൊപ്പം വെച്ചിട്ടുള്ളത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രാഥമികമായി ഇപ്പോ
പറയാനുള്ളത്. ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പൊ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആണ്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലോ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കായിട്ട് ചോദിക്കാവുന്നതാണ്. ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ കമന്റ് ബോക്സിൽ കുറച്ച് സംശയങ്ങളുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ കേട്ടോ. കുഡ് യു പ്ലീസ് മ്യൂട്ട്? ഓക്കെ, പ്രോഫിറ്റ് മേക്കിംഗ് സാർ, ഒറ്റ ഡൗട്ട് വന്നിട്ടുള്ളൂ. കോഴ്സ് ഫ്രീ സർട്ടിഫിക്കറ്റ് കൊണ്ട് ആൻഡമാൻ നിക്കോബർ ഐലൻഡ് പോകാൻ പറ്റുമോ? പറ്റും. അതോ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് വേണോ? ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല. ലോകത്തെവിടെയും നമ്മൾ തരുന്ന കോഴ്സിനൊപ്പം തരുന്ന RSDCയുടെ സർട്ടിഫിക്കറ്റ് മാത്രം മതി പോകാൻ, ഒരു കുഴപ്പമില്ലാന്ന്. പക്ഷെ മറ്റ് സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഒരു പ്രിവിലേജ് കിട്ടും, ഒരു മുൻഗണന നിങ്ങൾക്ക് കിട്ടും. ആ മുൻഗണന കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ജോലി കിട്ടുന്നതിന് ഒരു തടസ്സം ഉണ്ടായിട്ടല്ല കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഇന്റേൺഷിപ്പിന് പോകുമ്പോ ഓഫർ ലെറ്റർ വേണ്ടേ? നിശ്ചയമായിട്ടും നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോകുന്ന ഓഫീസിൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ചെന്ന് സംസാരിക്കുക. അപ്പൊ അവർ ഇന്റേൺഷിപ്പിന് വരാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ വരാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾ ആ കാര്യം കാണിച്ചിട്ട് ഒരു ലെറ്റർ ഇവിടെ തരിക. ഇവിടെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ സ്റ്റാഫ് നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ നിങ്ങൾക്ക് തരും. ഓക്കെ, ആ ഓഫർ ലെറ്റർ കൊണ്ട് വേണം ഇന്റേൺഷിപ്പിന് പോകാനായിട്ട് കേട്ടോ. റൈറ്റ്, അത് ഇവിടെ നിന്ന് തരുന്നതാണ്. നേരിട്ട് വന്ന് തരണോ അതോ വേണ്ട, നേരിട്ട് ഇങ്ങോട്ട് വരികയേ വേണ്ട കേട്ടോ. എല്ലാം ഓൺലൈൻ വഴി തന്നെ ചെയ്തു തരുന്നതാണ്. ഓക്കെ, റൈറ്റ്. ഇന്റർവ്യൂ ഗ്രൂമിംഗ് ക്ലാസ് നമുക്ക് എപ്പോഴായിരിക്കും അത് വരാ? കോഴ്സ് കഴിയുമ്പോഴായിരിക്കും. കോഴ്സ് കഴിയുമ്പോ കോഴ്സ് കഴിയുന്നതിന് മുമ്പേ നമുക്ക് അതിനുള്ള ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാവില്ല. അപ്പൊ കോഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അത് തരിക കേട്ടോ. അടുത്തത് കോഴ്സ് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ടൊക്കെയാണോ? എക്സാം കഴിഞ്ഞിട്ട്. കുഡ് യു പ്ലീസ് ആസ്ക് അബൌട്ട് സർട്ടിഫിക്കറ്റ്? സീന മാം അല്ലേ? സീന, ഇതിന്റെ റെക്കോർഡ് ക്ലാസ് തിങ്കളാഴ്ച അവൈലബിൾ ആയിരിക്കും. സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റ് എടുത്താണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ് കാണുക. റെക്കോർഡ് ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകും. അതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഓക്കെ, ഞാൻ ഈ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു തരാം കേട്ടോ. റൈറ്റ്, പറയൂ. നെക്സ്റ്റ്. യെസ്, അടുത്തത്. ഇനിയുള്ളത് PDF, അതായത് ഇതിന്റെ പോർഷൻസിന്റെ PDF ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങളുടെ റെഗുലർ ക്ലാസ് ആരംഭിക്കുന്ന ദിവസം ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് വേണ്ടവർക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടോട്ടോ. HRMന്റെ ഹലോ, അതെങ്ങനെ നമുക്ക് അവൈലബിൾ ആവുന്നത്? അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ പറയാം. അടുത്തത് പറയൂ. തിങ്കളാഴ്ച തുടങ്ങി ക്ലാസ് റെഗുലർ ആയിട്ട് ആരംഭിക്കുമോ? തിങ്കളാഴ്ച തുടങ്ങി റെഗുലർ ആയിട്ട് ആരംഭിക്കും. ശരി, അടുത്തത് പറയൂ. സംശയങ്ങളൊക്കെ തീർന്നോ? സംശയങ്ങൾ തീർന്നു അല്ലേ? ഒരു ഡൗട്ടും കൂടി ചോദിക്കട്ടെ. ഞങ്ങള് അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ് നടക്കുന്ന ടൈമില് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിനായിട്ട്. അങ്ങനെ തുടങ്ങണേല് ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റുഡൻസിനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് തമ്മിൽ പഠിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇതായിട്ട് ഇതിന് HR ഇടുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനത്തെ ഇത് ഇല്ല, പറയാം. ഒരു സെക്കൻഡേ. 2 ഡൗട്ട് കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഈസ് ദിസ്
അല്ല. Purnima Nair. Sir, one doubt, will this course include international labor laws like UAE labor laws, or do we have separate courses for that? ഇല്ല, ഇന്റർനാഷണൽ ലോസിനെ കുറിച്ചിട്ടുള്ള ഒരു ഉപരിപ്ലവമായിട്ടുള്ള വളരെ സർഫേസ് ലെവലിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നുള്ളൂ. അതൊരു PG കോഴ്സിന് ഇത് തൊട്ട് പുറകെ വരുന്നുണ്ട്. PG കോഴ്സിന്റെ ഭാഗമായിട്ട് ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യമുള്ളതേ, ഈ ഇന്റർനാഷണൽ ലോസിന്റെ അകത്ത് പ്രാഥമികമായ കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് എല്ലായ്പ്പോഴും ഇങ്ങനെ അമെൻഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമല്ലോ. അപ്പോ അമെൻമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കോഴ്സിന്റെ സിലബസിൽ ഇപ്പോ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് കാര്യങ്ങൾ വരെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഈസ് ദിസ് കാനഡ സർട്ടിഫിക്കറ്റ് ആക്സെപ്റ്റഡ് ഇൻ ഗൾഫ് കൺട്രീസ്? 140-ലേറെ ലോകരാഷ്ട്രങ്ങളിൽ തൊഴിൽ നൈപുണ്യത്തിന്റെ ഔദ്യോഗിക വക്താവാണ് SDC കാനഡ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കേട്ടോ. SDC കാനഡ സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ആണ്. ഗൾഫ് കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസ്, എല്ലായിടത്തും മറ്റേ ഷെൽട്ടർ കൺട്രീസ് എല്ലായിടത്തും പറ്റുന്നതാണ്. റൈറ്റ്. അടുത്തത് കുറച്ച് പിന്നെ കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഞാൻ അതിന് മുമ്പ് വർക്ക് ഫ്രം ഹോം അവൈലബിൾ ആവുന്ന ഉമ്മു സൽമു അവൈലബിൾ ആവില്ല. ഓക്കെ, റൈറ്റ്. ഞാന് അടുത്തത്, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകളല്ലേ? കഥ ഒരു കഥ പറയാവേ. നിങ്ങളെല്ലാവരും സ്വപ്നങ്ങൾ കാണുന്ന ആളുകളാണ്. സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ കണ്ട സ്വപ്നത്തിലെ ദൃശ്യങ്ങൾ മനസ്സിലിങ്ങനെ ദൃശ്യബിംബങ്ങളായിട്ട് കാഴ്ചകളായിട്ട് നിൽക്കൂലേ? ഞാൻ പറയുന്ന ഈ ചെറിയ കഥയിലെ ഓരോ സന്ദർഭവും നിങ്ങളുടെ മനസ്സിലേക്ക് ചിത്രങ്ങളായിട്ട് നിങ്ങളൊന്ന് ഭാവനയിൽ കാണണം കേട്ടോ. കാണണേ. 92 വയസ്സുള്ള ഒരു മുത്തച്ഛൻ, ഒരു വലിയ പാടം. ആ പാടത്തിന്റെ നടുക്ക് ഓല മേഞ്ഞ ഒരു കുടിലുണ്ട്. അത് നിങ്ങൾ കണ്ടോ? ഉള്ളിൽ കണ്ടോ? കാഴ്ചയില് വലിയൊരു പാടം. ആ പാടം നിറയെ സ്വർണ്ണ നിറത്തില് അതിന്റെ കതിരുകൾ വിളഞ്ഞു നിൽക്കാണ്. സൂര്യപ്രകാശം ഈ കതിരുകളിൽ തട്ടിത്തെറിക്കുമ്പോൾ ഇത് സ്വർണ്ണ നിറത്തിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് നിൽക്കാണ്. അങ്ങനെ കാറ്റത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മുലയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വലിയ പാടം. ആ പാടത്തിന്റെ നടുക്ക് കൂടി ചെറിയൊരു വരമ്പുണ്ട്, ഒരു നടപ്പാതയുണ്ട്. ആ നടപ്പാത ചെന്ന് അവസാനിക്കുന്നത് ചെറിയൊരു കുടിലാണ്, ചെറിയൊരു ഓലമേഞ്ഞ കുടിലാണ്. ഓക്കെ, സമയം രാത്രിയാണ് കേട്ടോ. ഇപ്പൊ രാത്രിയാണ്. അവിടെ ആ വീടിന്റെ, ആ ഓലക്കുടിലിന്റെ മുറ്റത്ത് 92 വയസ്സുള്ള ഒരു മുത്തച്ഛൻ ഇരിപ്പുണ്ട്. നല്ല കറുത്ത്, എങ്കിലും ആരോഗ്യ ദൃഢഗാത്രനായ, തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ, അപ്പുപ്പന്താടി പോലെ വെളുത്ത താടി രോമങ്ങളും മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു മുത്തച്ഛൻ. വയസ്സ് 92. അദ്ദേഹത്തിന്റെ തൊട്ടടുത്തായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ചെറുമകൾ കൂടിയുണ്ട്. സിൻഡ്രലയെ പോലെ തോന്നിക്കുന്ന തിളങ്ങുന്ന കണ്ണുകളോട് കൂടിയിട്ടുള്ള, നല്ല നീണ്ട മുടിയൊക്കെ ആയിട്ടുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ഒരു ചെറുമകൾ. 35 വയസ്സ് പ്രായം. മുത്തച്ഛനും ചെറുമകളും കൂടി ഒരു മത്സരം വെച്ചിരിക്കുകയാണ് അവിടെ. ആകാശത്ത് മിന്നി തെന്നി നീങ്ങുന്ന അനന്തകോടി നക്ഷത്രങ്ങളുണ്ട്. അതിൽ ആ നക്ഷത്രങ്ങളെ എണ്ണിയെടുക്കുക എന്നുള്ള ഒരു മത്സരമാണ് അവർ തമ്മിൽ നടക്കുന്നത് കേട്ടോ. നിങ്ങൾ കണ്ണിൽ കാണണേ. 92 വയസ്സുള്ള ഒരു മുത്തച്ഛൻ, ആ മുത്തച്ഛന്റെ തൊട്ടടുത്ത് 35 വയസ്സുള്ള ചെറുമകൾ ഇരിക്കുന്നു. അവർ തമ്മിൽ ഒരു മത്സരം നടക്കുന്നു. ആകാശത്തുള്ള നക്ഷത്രങ്ങളെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. മുത്തച്ഛൻ എത്ര നക്ഷത്രങ്ങളെ എണ്ണിയെന്നറിയാമോ? 700 നക്ഷത്രങ്ങൾ. 700 700 700 നക്ഷത്രങ്ങളെ മുത്തച്ഛൻ എണ്ണി. ചെറുമകള് 300 നക്ഷത്രങ്ങളെ എണ്ണി. 300 300 നക്ഷത്രങ്ങളെ എണ്ണി. നിങ്ങൾ അത് ഭാവനയിൽ കണ്ടോ? ഈ മുത്തച്ഛൻ 700 നക്ഷത്രങ്ങൾ ഇങ്ങനെ 1 2 3 ഇങ്ങനെ എണ്ണുന്നു. മോള് 300 നക്ഷത്രങ്ങളെ എണ്ണുന്നു. അതുകൂടി നിങ്ങൾ ഭാവനയിൽ കാണുക. ഓക്കെ, ഭാവനയിൽ കണ്ടു കഴിഞ്ഞെങ്കിൽ എല്ലാവരും പാടവരമ്പത്ത് നിന്ന്, ആ വീടിന്റെ മുറ്റത്ത് നിന്ന് ക്ലാസ് റൂമിലേക്ക് തിരിച്ചു വരിക. എല്ലാവരും തിരിച്ചു വന്നോ? യെസ്, കഥ കഴിഞ്ഞു. തിരിച്ചു വന്നല്ലേ? അപ്പോ തിരിച്ചു വന്നെങ്കിൽ ഞാൻ പറഞ്ഞ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് അതേ ഓർഡറിൽ തന്നെ ആരെങ്കിലും ഒരാൾ പറയാമോ? 92, 35, 700, 300. ഓക്കെ, 92, 35, 700, 300 അല്ലേ? അതല്ലേ നമ്പർ? 92, 30
92 35 700 300. ഞാൻ കമന്റ് ബോക്സിൽ ആ നമ്പർ ഇട്ടിട്ടുണ്ട്. അതാണ് എന്റെ ബിസിനസ് നമ്പർ. ഓക്കെ, ഇത് നിങ്ങളെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ പറഞ്ഞത്. ഇനി നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും ഈ നമ്പർ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും. ഫോണിൽ സേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിലോ നിങ്ങളുടെ ഓർമ്മയിൽ ഈ നമ്പർ ഉണ്ടാവും. ആ മുത്തച്ഛനെയും ചെറുമോളെയും അവരെണ്ണിയ നക്ഷത്രങ്ങളെയും നിങ്ങൾ മറക്കൂലെന്ന് മനസ്സിലായോ? ഒരു HR മാനേജർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണ് നിരീക്ഷണ പാടവവും ഓർമ്മശക്തിയും. ഇമ്പോർട്ടന്റ്. ഓക്കെ, നിരീക്ഷണ പാടവവും ഓർമ്മശക്തിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. പക്ഷേ നമുക്കും ദൂരം കാര്യങ്ങളുണ്ട് ഇല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ചില ട്രിക്കുകൾ പ്രയോഗിക്കണം. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള ഒരു മെമ്മറി ടെക്നിക്കാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു തന്നത്. ഇതുപോലെ ഒരുപാട് മെമ്മറി ടെക്നിക്കുകൾ ഉണ്ട് കേട്ടോ. അപ്പോ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എപ്പോ വേണമെന്നുണ്ടെങ്കിലും വിളിക്കാം. എന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാം. നിങ്ങൾക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞാൻ പറഞ്ഞോട്ടെ. അയ്യോ, കഥ കേട്ടില്ലേ? 92 35 700 300. 92 വയസ്സുള്ള മുത്തച്ഛൻ, 35 വയസ്സുള്ള ചെറുമോള്, 700 നക്ഷത്രങ്ങൾ, 300 നക്ഷത്രങ്ങൾ വേറെ. ഓക്കെ, റൈറ്റ്. അപ്പൊ എല്ലാവരും ഇപ്പൊ ഓർമ്മയിൽ ഉണ്ടാവും നിങ്ങളുടെ. പക്ഷെ എല്ലാവരും തന്നെ ഈ നമ്പർ നിങ്ങളുടെ ഫോണിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കണം. എന്റെ പേര് ജയദേവ് എന്നാണ്. ജയദേവ് എന്നാണ് എന്റെ പേര്. ഓക്കെ, അപ്പോ നമ്പർ എല്ലാവരും ഫോണിൽ തന്നെ ഒന്ന് സേവ് ചെയ്ത് വെക്കണം. ഫോണിൽ സേവ് ചെയ്ത് വെക്കാൻ പറയുന്നതിന് ഒരു കാരണമുണ്ട്. നമ്മൾ ഇവിടുന്ന് ഒരുപാട് ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് അയക്കാറുണ്ട്. നിങ്ങൾക്കറിയാം ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്താണെന്ന്. അപ്പോ എന്റെ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിന്ന് അയക്കുന്ന, ഒഫീഷ്യലി അയക്കുന്ന ഒരു മെസ്സേജും നിങ്ങൾക്ക് കിട്ടൂല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇത് കിട്ടും, ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് കിട്ടും. ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ കിട്ടൂല സേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ എല്ലാവരും ഓർമ്മയിലുണ്ടെങ്കിലും ഫോണിൽ കൂടി ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയതേ, നിങ്ങൾ ഫീസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നമ്മുടെ ഓഫീസിൽ നിന്ന് വിളിക്കും. അവർ ഒരു തവണയെ വിളിക്കുള്ളൂ കേട്ടോ, ഒറ്റ തവണ വിളിക്കുള്ളൂ. ഒരു തവണ വിളിച്ചിട്ട് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ആ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഫീസ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു നിശ്ചിത ദിവസം ഉണ്ടാവും. ആ ദിവസത്തിൽ തന്നെ അടക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. അത് അങ്ങനെ പക്ഷെ നമ്മ മനുഷ്യരാണ്. എല്ലാ സന്ദർഭത്തിലും നമുക്ക് കൃത്യമായി ചിലപ്പോൾ ഫീസ് അടക്കാൻ പറ്റുന്ന വരില്ല. നമ്മ ആകസ്മികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പൈസ നമ്മുടെ കയ്യിലോട്ട് വരാതിരിക്കാം. അതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഫോൺ എടുക്കാതിരിക്കുകയോ മെസ്സേജിന് റിപ്ലൈ ചെയ്യാതിരിക്കുകയോ അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആ സമയം തന്നെ അവരോട് പറയുക, എനിക്ക് ഇന്ന പോലെ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്ന ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒപ്പം നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ഞങ്ങൾക്ക് സാധിക്കുന്നതിന്റെ പേരിലാണ് 30,000 രൂപ കോഴ്സ് നമ്മൾ 3,000 രൂപ നിങ്ങളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ കൊള്ള ലാഭം എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല. നമ്മളൊരു 4-5 ഓഫീസുകൾ 126ഓളം സ്റ്റാഫ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ശമ്പളം കൊടുക്കല്, വാടക കൊടുക്കലൊക്കെ നിങ്ങൾ തരുന്ന ചെറിയ ലാഭത്തിൽ നിന്നാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ തരുന്ന ചെറിയ ലാഭത്തിൽ നിന്നാണ്. അപ്പോ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന രീതിയിലുള്ള ഒരു ആക്ഷനും ഇവിടെ നിന്ന് ഉണ്ടാവില്ല. നിങ്ങൾക്ക് കോഴ്സ് തീരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഫീസിന്റെ കാര്യങ്ങൾ അടച്ചു തീർത്താൽ മതി. പരമാവധി എല്ലാവരും എല്ലാ മാസം തോറും അടച്ചാൽ കൂടുതൽ ഉചിതമായിരിക്കും. കാരണം മാസം തോറും അടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദൈനംദിന ചെലവുകൾ മീറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിന് വാങ്ങണമെന്ന്, ഇവിടുന്ന് ടെക്സ്റ്റ് ബുക്ക് വാങ്ങണമെന്നുള്ള കാര്യത്തിൽ HR കോഴ്സിന് നിർബന്ധമില്ല കേട്ടോ. മോണ്ടിസോറിക്കും മെച്ചേക്കും അങ്ങനെയല്ല, അത് കമ്പൽസറി ആണ്. ഇപ്പോ HR കോഴ്സിന് നിർബന്ധമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതിയാവും. PDF നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇട്ട് തരും. ഇവിടുന്ന് ടെക്സ്റ്റ് തരുന്നത് നമ്മളൊരു സ്പൈറൽ ടെക്സ്റ്റ് ആയിട്ടായിരിക്കും തരുന്നത്. ഇവിടുന്ന് ടെക്സ്റ്റ് അയച്ചു തരുന്നതിന് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 500 രൂപയാണ്. 500 രൂപയാണ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെ ടെക്സ്റ്റ് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും. വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സെക്ഷനിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നതാണ്. ഓക്കെ, മറ്റു കാര്യം പറയാനുള്ളത്, നിങ്ങൾ
നമ്മുടെ ഇൻസ്റ്റാ പേജ് എല്ലാവരും ഒന്ന് കയറുക. അതിനകത്ത് നമ്മുടെ അതാത് സമയത്തെ വീഡിയോസ്, ജോലി കിട്ടിയവരുടെ വീഡിയോസ്, നമ്മുടെ കോൺവെക്കേഷൻ സെറിമണികൾ, പുതിയ പ്ലാറ്റ്ഫോമുകൾ, ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ പുതിയൊരു കോഴ്സ് വരാൻ പോകുന്നുണ്ട്, ഓൺലൈൻ ഡിഗ്രിയും ഓൺലൈൻ PG കോഴ്സും. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഡിഗ്രിയും PGയും ചെയ്യാവുന്ന തരത്തിലുള്ള ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ BA, BCom, MA കോഴ്സുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെയൊക്കെ അപ്ഡേഷൻസ് ഒക്കെ വരുന്നത് ഈ ബ്രോഡ്കാസ്റ്റ് മെസ്സേജിൽ കൂടിയും നമ്മുടെ ഇൻസ്റ്റയിൽ കൂടിയൊക്കെ ആയിരിക്കും. അപ്പൊ ഇൻസ്റ്റ എല്ലാവരും കയറിയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും ഇത് ചെയ്യുക. പിന്നെ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ? ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ? നിങ്ങളുടെ കോഴ്സ് കഴിയുമ്പോഴേ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കോൺവെക്കേഷൻ സെറിമണി നമ്മൾ സംഘടിപ്പിക്കുന്നതാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടുന്ന ഒരു വിജയമല്ലേ, അതിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും നിങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ മുന്നിൽ നിന്നുകൊണ്ടേ നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് ആ കറുത്ത ഗൗണവും കറുത്ത തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു വലിയ വേദിയിൽ നിന്നുകൊണ്ട് അഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് നട്ടെല്ല് നിവർത്തിപ്പിടിച്ച് വിജയം സ്ഫുരിക്കുന്ന കണ്ണുകളോട് കൂടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് നമുക്കും ഇല്ലേ ഒരാഗ്രഹം? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് കോൺവെക്കേഷൻ നടത്തുന്നതാണ്. കോൺവെക്കേഷന് വളരെ ചെറിയൊരു തുക മാത്രമേ വരുള്ളൂ കേട്ടോ, വളരെ ചെറിയ തുക വരുള്ളൂ. ഓക്കെ, നമ്മൾ ആ രീതിയിലുള്ള കോൺവെക്കേഷൻസ് ഇപ്പൊ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കോൺവെക്കേഷൻസും ഇൻസ്റ്റാ പേജിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ, സംശയങ്ങളെല്ലാം ദൂരീകരിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, എന്ന് പറയുന്നത് അത് 4 മൊഡ്യൂളും കൂടി ചേർന്നതാണോ ടെക്സ്റ്റ് ബുക്ക്? അതെ 4 മൊഡ്യൂളും ഒറ്റ ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ സാറിന്റെ മെസ്സേജ് ഇട്ടാ മതിയോ? വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ റൈറ്റ്. HRM ഗൈഡ് ഇപ്പൊ ആയിട്ടില്ല. ഗൈഡ് ആകുന്നതിന് 1 മാസം കൂടി സമയമെടുക്കും. ജൂൺ മാസം അവസാനമാണ് ഗൈഡ് ആവുക കേട്ടോ. അപ്പോ സംശയങ്ങളൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മളിപ്പോ 1.25 മണിക്കൂറായി നമ്മൾ തമ്മിലുള്ള 1 മണിക്കൂറായി സംസാരം തുടങ്ങിയിട്ട്. അപ്പോ എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാം. നമ്മുടെ ഈ ക്ലാസ്സുകൾ നയിക്കുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ എക്സ്പെർട്സ് ആയിട്ടുള്ള ടീച്ചർമാരാണ്. ആ ടീച്ചർമാരുടെ ക്ലാസ്സുകൾ നന്നായിട്ടുണ്ടെങ്കിൽ, നന്നായി എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾ എനിക്ക് ഇട്ടേക്കണം. കാരണം അത് അവർക്ക് വലിയ പ്രചോദനമാകുന്ന ഒരു വലിയ ഗുരുദക്ഷിണയായിരിക്കും. ഓക്കെ, അത് ഫീസിനോടിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം അത് മാത്രമാണ്. നമ്മുടെ ടീച്ചർമാരുടെ ഒരു ആംബിയൻസ്, അവരുടെ കോൺഫിഡൻസ്, അതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ കാര്യമാണ്. ഒറ്റ കാര്യം കൂടി ചോദിച്ചൊരു ഡൗട്ട് പറയാൻ വിട്ടുപോയി. അതൊരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. ഏതൊരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് എന്നോട് ചോദിച്ചിരുന്നു. ആരോ, അനിലയാണോ ചോദിച്ചത്? ആരോ ചോദിച്ചു. നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ രൂപീകരിക്കാം. നിങ്ങളുടെ വിദ്യാർത്ഥികളെല്ലാരും കൂടി ചേർന്നിട്ടേ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നതിൽ നമുക്ക് വേറെ എതിരഭിപ്രായമൊന്നും ഇല്ലാന്ന്. കാരണം ഇപ്പൊ നിലവിൽ നിങ്ങൾക്കുള്ള വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അത് അഡ്മിനുള്ളിലാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പാഠഭാഗങ്ങൾ, അക്കാദമിക് ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങളൊന്നും ദൂരീകരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റൂല. അപ്പൊ നിങ്ങൾക്ക് പരസ്പരം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് നല്ലതാണ്. പക്ഷെ 2 കാര്യങ്ങളുണ്ട്. അത് നല്ല കാര്യമാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉപകാരപ്രദമായി വന്നായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ, എന്റെ ഗ്രൂപ്പിൽ ഒരു കുട്ടിക്കായിരുന്നു ഫുൾ മാർക്ക് കിട്ടിയിട്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതെ, അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 1-2 അപകടങ്ങൾ കൂടി ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ കേട്ടാ. വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ രൂപീകരിക്കണം, നിങ്ങൾ സംശയങ്ങൾ ചോദിക്കണം, അതിലൊന്നും ഒരു തെറ്റില്ല കേട്ടോ. നിങ്ങൾ രൂപീകരിക്കാം. പക്ഷേ ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് 1-2 കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഒരു കാരണവശാലും വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ പരസ്യം കൊണ്ടുവന്നിടാനായിട്ട് ഞങ്ങൾ അനുവദിക്കുന്നതല്ല. വേറെ സ്ഥാപനങ്ങളുടെ വെച്ചാലേ 5000 രൂപ ഇടിച്ചേട്ടാ 2 മാസം കഴിയുമ്പോൾ 10,000 രൂപയായിട്ട് തിരികെ കിട്ടും. ഒരു സാധനമാണ്, സ്ഥിരം വന്ന സാധനമാണ് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ. രണ്ടാമത്തേത് വർക്ക് ഫ്രം ഹോം, ഫ്രീ ആയി വർക്ക് ഫ്രം ഹോം ചെയ്യൂ, 20,000 രൂപ വീട്ടിലിരുന്ന് നേടൂ. അപ്പൊ വിളിക്കുമ്പോൾ ഹലോ ചേച്ചി
വർക്ക് ഫ്രം ഹോമിന് ജോലിക്ക് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, ടെസ്റ്റിന് വേണ്ടി 500 രൂപ അടക്കണം എന്ന് പറഞ്ഞ തട്ടിപ്പ് കേസുകൾ ഉണ്ടാവും. നമ്മുടെ ഈ സ്റ്റുഡൻസിൽ തന്നെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചിട്ടായിക്കോൾ ഇടുന്നത്, മനസ്സിലായോ? അപ്പൊ അത്തരത്തിലുള്ള ഒരു സാധനവും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാനായിട്ട് നമ്മൾ അനുവദിക്കുന്നതല്ല. ഒരു കാര്യം, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങനത്തെ വന്നപ്പോ ഞങ്ങൾ അപ്പൊ തന്നെ അത് അതായത് ചോദിച്ചിട്ടാണെങ്കിൽ പോലും ഞാനായിരുന്നു ഗ്രൂപ്പിന്റെ അഡ്മിൻ. ഞാൻ അപ്പൊ തന്നെ അങ്ങനെ ഒരു കാര്യമില്ല, ഇത് ഫ്രണ്ട്ലി ഓൺലി ആണ്, സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ളതാന്ന് അപ്പോഴേ ഞാൻ കർശനമായിട്ട് നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു. അതെ, അപ്പേ ഞാൻ പറയുന്നത് വെച്ചാൽ അതിനകത്ത് അക്കാദമിക് കാര്യങ്ങളല്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുകയാണ് ഉചിതം. അനിലേക്ക് സ്വീകരിച്ച നിലപാട് നല്ല നിലപാടാണ് അതില്. അതല്ലാന്നുണ്ടെങ്കിൽ അത് തെറ്റായ ചില പ്രവണതകളിലോട്ട് പോകും. ഞാനിത് പറയുന്നത് ഇത്രയും നാളത്തൊരു ഈ മേഖലയിൽ നമുക്ക് അത് അനുഭവമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും സെൽഫി എടുക്കും, ഫോട്ടോ എടുക്കും. സെൽഫിയും ഫോട്ടോ ഒക്കെ എടുക്കുന്നത് എന്തിനാ? ചില ആൾക്കാർ നമ്മൾ മാത്രം നോക്കി ഫോട്ടോ നോക്കിയിട്ട് നമ്മൾ ആനന്ദിക്കും, ആസ്വദിക്കും. ചില ആളുകൾ അത് ഡീപ്പി ആയിട്ട് ഇടും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവരെന്ത് ഡീപ്പി ഇടണം, ഏത് ഡീപ്പി ഇടണ്ട എന്നുള്ളതൊക്കെ. ഈ ഗ്രൂപ്പിനകത്ത് ആൺകുട്ടികളുമുണ്ട്, പെൺകുട്ടികളുമുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു. രമണി ചേച്ചി തന്നെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. രമണി ചേച്ചിയുടെ പിന്നെ ഈ വാട്സപ്പിന്റെ DP ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ, അല്ലെങ്കിൽ രമണി ചേച്ചി അതീവ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഈ രമണി ചേച്ചിയുടെ ഫോട്ടോ DPയിലോട്ട് ഒരു പയ്യൻ മെസ്സേജ് ചെയ്യാണ്, ഹായ് ചേച്ചി നമസ്കാരം, ഞാനിങ്ങനെ HR മാനേജ്മെന്റിന്റെ ഗ്രൂപ്പിലുള്ളതാണ്. അപ്പൊ ആ ചേച്ചി സഹപാഠിയാണല്ലോ. ഹായ് ചേച്ചി, എനിക്ക് ഇന്നേ ആ ടീച്ചർ എടുത്ത ക്ലാസ് മനസ്സിലായില്ല കേട്ടോ. അപ്പൊ ആ രമണി ചേച്ചി പറയും, ശരിയാണ് മോനെ, എനിക്കും മനസ്സിലായില്ല. ഓക്കെ, റൈറ്റ്. ആ സംഭാഷണം വന്നു കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം പയ്യൻ വീണ്ടും സാർ സൗണ്ട് കട്ടായി പോയ പോലെ തോന്നി. കേൾക്കുന്നില്ല സാറേ, കേൾക്കില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ? എനിക്ക് കേൾക്കണ്ടായിരുന്നില്ല. പോയി, സൗണ്ട് കട്ടായി. അവിടെ എന്തെങ്കിലും പറ്റിയതായിരിക്കാം. ക്ലിയർ ആണല്ലോ സാർ? കേൾക്കത്തില്ല. കേൾക്കുന്നില്ല സാർ. കാണുന്നുണ്ടോ? സാർ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ സൗണ്ട് കേൾക്കുന്നില്ല. ഓക്കെ.
യെസ്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. യെസ് യെസ്. കേൾക്കുന്നുണ്ട്. അപ്പോ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? രമണി ചേച്ചി. അപ്പോ പിന്നെ അങ്ങനെ ഉള്ളൊരു മെസ്സേജ് വരുന്നു. പിറ്റേ ദിവസം പയ്യൻ ചേച്ചി ചോറ് തിന്ന, ചായ കുടിച്ച, ചോറിന് കറി ഉണ്ടായിരുന്ന, മീനായിരുന്ന, മീനിന് മുള്ളുണ്ടായിരുന്ന, ഇങ്ങനെ കുറെ ചോദ്യങ്ങളാ. ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല് വ്യക്തിപരമായിട്ടുള്ള സൗഹൃദങ്ങള് അതിലൊന്നും ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ അതിൽ നിന്നും ഇടപെടാനൊന്നുമില്ല. പക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവണതകൾ, ഏതെങ്കിലും ദുഷ്പ്രവണതകൾ ഒരാളുടെ അഭിമാനത്തിനെ, ഒരാളുടെ വ്യക്തിത്വത്തിനെ ഹനിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായിട്ട് നമ്മൾ നിങ്ങളുടെ പാരന്റ്സിനെ ആയിരിക്കും ഫസ്റ്റ് അറിയിക്കുക. ഞങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകൾ ഏതൊക്കെ വാർഡുകളിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ട്. അത് ഞാൻ ജനറലായി ഒന്ന് ആദ്യമേ പറഞ്ഞു വെക്കുന്നതാണ്. ചില മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞു വെക്കുന്നതാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും നമ്മുടെ ഗൈഡ് ആണെങ്കിലും അതെല്ലാനും ഇന്ത്യക്കകത്തുള്ള കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം സ്മാർട്ട് ശ്രീക്ക് കോപ്പിറൈറ്റ് ഉള്ളതാണത്. ഓക്കെ, അത് പബ്ലിഷ് ചെയ്ത് 75 വർഷം കഴിയാതെ, ആ സ്ഥാപനം വൈൻഡപ്പ് ചെയ്ത് 60 വർഷം കഴിയാതെ വേറൊരാൾക്കും അത് ഡിജിറ്റലായിട്ടോ അല്ലാതെയോ കൈമാറാനോ വിൽക്കാനോ പാടുള്ളതല്ല. അപ്പോ ചില ആൾക്കാർക്ക് ചില തോന്നലുകൾ ഉണ്ടാകും. ഇവര് ഈ ഗൈഡിന്റെ ഒക്കെ ഇതെടുത്തിട്ട് ഇപ്പൊ PDF ഒക്കെ എടുക്കാൻ എളുപ്പമാണല്ലോ. PDF ഒക്കെ എടുത്തിട്ട് നമ്മൾ 300 രൂപ വെക്കുന്ന സാധനം അവർ ചിലപ്പോൾ 100 രൂപ വെക്കും. കാരണം നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വരുന്നത് ഒരു 3-4-5 മാസത്തെ ഒരുപാട് ടീച്ചർമാരുടെ, അക്കാദമിസ്റ്റുകളുടെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ടായിരിക്കും. എനിക്ക് ഇത് എളുപ്പത്തിൽ അപ്പം ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ചിന്ത ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും പാടില്ല എന്ന് പറയാണ്. ഞങ്ങൾ ചില ബാച്ചുകളിൽ നിന്ന് നമുക്ക് അങ്ങനത്തെ ചില എക്സ്പീരിയൻസ് വന്നു. അപ്പൊ അത് കോപ്പിറൈറ്റ് ആക്ടിന്റെ ഒരു വയലേഷൻ ആണ്, അതൊരു ഇല്ലീഗൽ പ്രോസസ് ആണ്. അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് രണ്ടും കുറ്റകരമാണ്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളിൽ കൂടി ഒരു ജാഗ്രത പാലിക്കണം. വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു കാരണവശാലും MLM, വേറെ ബാക്കിയുള്ള കാര്യങ്ങൾ, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുടെ പരസ്യം അതൊന്നും ഇടാനായിട്ട് പാടില്ല. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പങ്കുവെക്കാം, അക്കാദമിക് കാര്യങ്ങളുടെ സംശയം കൂടി പങ്കുവെക്കാം. എന്തായാലും ഏകദേശം ഇപ്പോൾ 1.5 മണിക്കൂറായി. എന്തായാലും വളരെ സന്തോഷകരമായിട്ട് നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സാർ വീണ്ടും വോയിസ് കട്ടായി പോയി, സൗണ്ട് പോയി. കേൾക്കത്തില്ല. ഓക്കെ, അപ്പോ നമ്മുടെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും ഇത്ര നേരവും നമ്മൾ നടത്തിയിട്ടുള്ള ഒരു സെഷൻ വളരെ സന്തോഷകരമായിരുന്നു. എന്തായാലും താങ്ക് യു ആൾ ഓഫ് യു. തിങ്കളാഴ്ച മുതൽ 1:30 മണിക്കാണ് നിങ്ങളുടെ ക്ലാസ്. ഓക്കെ, ബൈ ബൈ. താങ്ക് യു സർ. ഗൈസ്, അപ്പൊ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയാലോ? ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. കാരണം ഞങ്ങൾ പറഞ്ഞ